Hey folks, circular dial വേണം. മെറ്റൽ കേസിംഗ് ആയിരിക്കണം. ഫിറ്റ്നസ് ട്രാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വാച്ച് വേണം എന്നാണ് നിങ്ങളുടെ ഒരു മെയിൻ മോട്ടീവ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും യൂസ്ഫുൾ ആവും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന വാച്ച് എന്ന് പറയുന്ന ഫയർബോൾട്ടിൻ്റെ ഹെർക്കെയിൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. സോ ആ ഒരു വാച്ചിന് അൺബോക്സിങ് ആൻഡ് ഒരു ഇനീഷ്യൽ റിവ്യൂ, ആ വാച്ച് മെയിൻലി മേടിക്കണോ വേണ്ടേ എന്നൊരു സമ്മറി ഞാൻ ഈ ഒരു വീഡിയോ തന്നെ തരുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വാച്ച് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് വാച്ച് കിട്ടും, പിന്നെ കുറേ ബുക്കും പേപ്പറും കിട്ടും, ഒരു ചാർജിങ് കേബിൾ കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബോക്സിലുള്ളത്. പാക്കിങ്ങിൻ്റെ കേസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഫയർബോൾട്ടിന് കൊണ്ടുവരായിരുന്നു. അത്ര പ്രീമിയം ഒന്നും അല്ല നമുക്ക് കിട്ടിയത്. ബട്ട് പ്രൈസ് വെച്ച് നോക്കുമ്പോഴും ബാക്കി ചില ബ്രാൻഡ്സ് ഒക്കെ കുറച്ചുകൂടെ പ്രീമിയം ബോക്സ് ഒക്കെ തരാറുണ്ട്. സോ ഫയർബോൾട്ടിന് അതുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ്, അതായത് അൺബോക്സിങ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നും പറഞ്ഞ് എല്ലാവരും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയല്ലല്ലോ വാച്ച് മേടിക്കുന്ന, കൈ കിട്ടാനല്ലേ. സോ നമുക്ക് അതൊക്കെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു വാച്ച് യൂസ് ചെയ്യാനെന്ന്. സോ മെയിൻലി നമുക്ക് ഇതിൻ്റെ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയാം. ഈ ഒരു വാച്ചിൻ്റെ കേസിങ് വരുന്നത് മെറ്റലാണ്, അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും പ്ലാസ്റ്റിക് ആണ്. ആ ഡിസ്പ്ലേ പോർഷൻ ഒന്നും ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. സോ സ്ക്രാച്ച് ആവേണ്ട ചാൻസസ് അവിടെയുണ്ട്. എന്നാൽ മെറ്റലാണ് അതിൻ്റെ ഒരു ഫ്രെയിം വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ഫീല് ഇനിഷ്യലി നല്ല കിട്ടുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ സ്ക്രാച്ചസ് ഒക്കെ ആയി പ്രീമിയം ഫീല് പോയാൽ എന്നെ ഒന്നും പറയരുത്. ബട്ട് ഇനിഷ്യലി നല്ലൊരു പ്രീമിയം ഫീൽ അതിൻ്റെ ഒരു ഫ്രെയിം നൽകുന്നുണ്ട്. ബിൽഡ് പ്രൈസ് വെച്ച് അത്യാവശ്യം നല്ലതാണ്. അതായത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1700 റുപ്പീസാണ്. സോ ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ബിൽഡാണ് ഫയർബോൾട്ട് ഓഫർ ചെയ്യുന്നത്. എല്ലാവരും സ്മാർട്ട് വാച്ച് ഒരു ഫിസിക്കൽ ട്രാക്കിംഗ് അല്ല എക്സസൈസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അല്ല മേടിക്കുന്നത്, ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് മേടിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് സെക്കൻഡായിട്ട് നോക്കേണ്ട ഒരു പോയിന്റ്. സോ ഇതിൻ്റെ ഡിസ്പ്ലേ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷാർപ്പാണ്. കിട്ടില്ലായിട്ട് നല്ല വിസിബിലിറ്റി, നല്ല ഷാർപ്പ്നെസ്. അത് ആംബുലർ ഡിസ്പ്ലേ പ്രതീക്ഷിക്കും പോലെ അത്രയും ഷാർപ്പും ക്രിസ്പൊന്നും അല്ല. എന്നാൽ ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫയർബോൾട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഷാർപ്പ്നെസ് ഉണ്ട്, ഭയങ്കര ഇഷ്യൂസ് ഒന്നുമില്ല, ഷാർപ്പാണ്, നമുക്ക് റീഡബിൾ ആണ്. നമുക്ക് വെയിലത്തൊക്കെ പോയി വാച്ച് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ടൈമും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഡിസ്പ്ലേ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ UI മിക്ക ബഡ്ജറ്റ് വാച്ചസിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ UI യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വാച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നമ്മളത് സ്ട്രെയിൻ ചെയ്ത് പ്രസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ പല വാച്ചസിലും വരാറുണ്ട്. എന്നാൽ ഈ ഒരു വാച്ചിൽ ആ ഒരു പ്രശ്നം ഞാൻ ഇതുവരെയും ഫേസ് ചെയ്തില്ല, സ്മൂത്ത് ആയിരുന്നു. എന്നാൽ ഇതിലൊരു വൈബ്രേഷൻ, ബൈ ഡിഫോൾട്ട് ഒരു വൈബ്രേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വാച്ചിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് അത്ര നമുക്കൊരു പ്ലീസിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് ടൈപ്പ് മോട്ടറാണ്, വൈബ്രേഷൻ മോട്ടറാണ് ഈ ഒരു വാച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ നമ്മൾ UIയുടെ കേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്താണ്, കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പല ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഗെയിംസ് ഫയർബോൾട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആരാണ് വാച്ചിൽ ഗെയിം കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങൾ ആ ഒരു വാച്ചിൽ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള സ്മാർട്ട് വാച്ചസിൽ പോലെ 100+ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഹാർട്ട് റേറ്റ് സെൻസർ, SpO2 സെൻസർ എല്ലാം വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് സെൻസർ ആക്യുറേറ്റ് ആണ് എന്ന് എനിക്ക് ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് വർക്കിംഗ് ആണ് ആക്ച്വലി. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഹാർട്ട് റേറ്റ് സെൻസർ എടുത്ത് ടേബിളിൽ ജസ്റ്റ് നോർമലായിട്ട് കയ്യിൽ കെട്ടാതെ ടേബിളിൽ പ്ലേസ് ചെയ്തിട്ട് ഹാർട്ട് റേറ്റ് സെൻസർ ഓൺ ആക്കി. അപ്പോൾ റീഡിംഗ് ഒന്നും വന്നില്ല, അപ്പോൾ അത് വർക്കിംഗ് ആണ് സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ആക്യുറേറ്റ് ഒന്നും അല്ല. അതായത് പ്രോപ്പർ നമ്മളൊരു മെഡിക്കൽ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതോ അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതോ അത്രയും ആക്യുറസി ഒന്നും ഒരു വാച്ചിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കൈ കിടക്കുന്ന ഒരു സാധനമല്ലേ, അതിന് ഇത്രയൊക്കെ ഒരു ആക്യുറസി പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതും ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് എല്ലാ വാച്ചിലും കാണും പോലെ കുറേ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും പ്രതീക്ഷിക്കല്ലേ, ആംബുലർ ഡിസ്പ്ലേ അല്ല, ഒരു നോർമൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു വാച്ച് വേണം, സർക്കുലർ ഡയൽ ആയിരിക്കണം. പക്ഷേ ബ്ലൂടൂത്ത് കോളിംഗ് ഈ ഒരു വാച്ചിൽ വരുന്നില്ല. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കോളിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും വാച്ച് ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് സർക്കുലർ ഡയൽ അല്ലെന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതുപോലെ തന്നെ ഫയർബോൾട്ടിൻ്റെ ഒരു 100 റുപ്പീസ് 200 റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്താൽ ബ്ലൂടൂത്ത് കോളിംഗുള്ള ഒരു ഓപ്ഷനൂടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലൂടൂത്ത് കോളിംഗ് വേണ്ട എന്നൊരു ഇതിലാണ് ഈ ഒരു വാച്ച് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാച്ച് 3 കളറിൽ വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്, ഇതുപോലെ തന്നെയാണ് സിൽവർ വരുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ബ്ലാക്കും വരുന്നുണ്ട്. സോ ഈ 3 കളേഴ്സിലാണ് ഈ വാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ചിലരൊക്കെ ചോദിക്കും വാച്ചിൻ്റെ ബെസൽസ് നല്ല കനമുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 1600 റുപ്പീസല്ലേ നമ്മൾ പേ ചെയ്യുന്നത്. സോ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ
ഇറ്റ്സ് ഓക്കെ ഡിസ്പ്ലേ സൈസൊക്കെ എന്ന് വെച്ചാൽ ബെസൽസ് ഒന്നും നമുക്ക് വലിയ ഇഷ്യൂ തോന്നത്തില്ല. സർക്കുലർ ഡയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നും തോന്നത്തില്ല. നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ വേണമെങ്കിൽ ബോക്സ് ടൈപ്പ് വാച്ചസ് നോക്കാവുന്നതാണ്. അത് കുറച്ചുകൂടെ ബിഗർ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ഇതെല്ലാം പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സ്ട്രാപ്പ് എങ്ങനെയുണ്ട്. സ്ട്രാപ്പ് നോർമലി സിലിക്കോൺ സ്ട്രാപ്പാണ്. നിങ്ങൾക്ക് അത് സ്വാപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ട്രാപ്പ് കളേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്ട്രാപ്പിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നോർമലി വരുന്ന സിലിക്കോൺ സ്ട്രാപ്പ് തന്നെയാണ് ഈ ഒരു വാച്ചിന് വരുന്നത്. സോ ഈ ഒരു വാച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ടോപ്പിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ക്വിക്ക് ടോഗിൾസ് ആണ്. അതായത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, സെറ്റിംഗ്സിൽ പോവാം, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടും. നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ മെസ്സേജസ് റീഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മളവിടെ ഒരു ക്രൗൺ കൊടുത്തിട്ടുണ്ട്. സോ റൊട്ടേറ്റബിൾ അല്ല, ജസ്റ്റ് ബട്ടൺ ആണത്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ പോകുന്ന അതിൻ്റെ ഒരു മെനുവിലായിരിക്കും. ആ ഒരു മെനുവിനകത്ത് നിന്ന് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വേണോ സെലക്ട് ചെയ്യാനും പറ്റും. കുറേ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിത് ക്യാമറയുടെ ഷട്ടർ ബട്ടണായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചും കൂടിയാണ്. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഡാഫിറ്റ് ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. സോ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇതിൻ്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എനിക്ക് മെയിനായിട്ട് ഈ ഒരു വാച്ചിനെ പറ്റി പറയാനുള്ളത്, ഒരു ഫിസിക്കൽ ട്രാക്കിങ്ങിനൊന്നും വേണ്ടി ഈ ഒരു വാച്ച് മേടിക്കരുത്. കാരണം ആ ഒരു പ്രൈസ് വെച്ച് ഇറ്റ്സ് ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ട്രാക്ക് ചെയ്യുന്നുണ്ട്, ആക്യുറസിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ജിമ്മിലോട്ട് വർക്കൗട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ട്രാക്ക് ചെയ്യും. ഇറ്റ്സ് ഓക്കെ, ബട്ട് അത്ര പെർഫെക്റ്റ് അല്ല. പിന്നെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ നോക്കുകയാണെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് വേണം, ഒരു ഡിസ്പ്ലേ ഉള്ള നല്ലൊരു ഡിസ്പ്ലേ വേണം, അങ്ങനത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഫയർബോൾട്ടിൻ്റെ ഹെർക്കൻ എന്ന് പറഞ്ഞ വാച്ച്. സോ ഈ ഒരു വാച്ചിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അവിടെ ഒന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിച്ചാലും മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.